നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയുമായി ചർച്ച നടക്കുന്നതിനിടെ കീവിന് നേരെ രൂക്ഷമായ വ്യോമാക്രമണം നടത്തി റഷ്യ. യുക്രൈനിലെ 29 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. സമാധാന ശ്രമത്തിനായി യുക്രൈൻ അമേരിക്ക ചർച്ച ഫ്ലോറിഡയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് റഷ്യ കനത്ത ആക്രമണം നടത്തിയത്. 653 ഡ്രോണുകളും 51 മിസൈലുകളുമാണ് ഒറ്റ രാത്രിയിൽ റഷ്യ കീവിന് നേരെ പ്രയോഗിച്ചത്. കീവിന് തെക്ക് പടിഞ്ഞാറുള്ള ഫാസ്റ്റ്യൂ നഗരത്തിൽ സാരമായ നാശനഷ്ടം ആക്രമണത്തിൽ ഉണ്ടായതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൈനിക വ്യാവസായിക മേഖലകളിലും തുറമുഖങ്ങളിലും ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളും പ്രമുഖ കെട്ടിടങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് റഷ്യ പ്രതികരിക്കുന്നത്. ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തിങ്കളാഴ്ച ലണ്ടനിലേക്ക് പോകുമെന്നും യുക്രൈൻ, ബ്രിട്ടൻ, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളെ ഉപയോഗിച്ച് മോസ്കോയ്ക്ക് എതിരായി സമ്മർദ്ദം ശക്തമാക്കും എന്നുമാണ് വിശദമാക്കുന്നത്. സമാധാന പാക്കേജിനെപ്പറ്റി അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള ചർച്ചകൾ 3-ാം ദിവസത്തേക്ക് കടക്കാനിരിക്കെയായിരുന്നു ആക്രമണം ഉണ്ടായത്. റഷ്യൻ ആക്രമണം 8 പ്രദേശങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടുത്തിയെന്ന് യുക്രൈൻ പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റഷ്യൻ ആക്രമണത്തെ അപലപിച്ചു. കീവിലെ ഫാസ്റ്റ്യൂ നഗരത്തിലെ ട്രെയിൻ സ്റ്റേഷൻ റഷ്യൻ ആക്രമണത്തിൽ കത്തിനശിച്ചു. യുക്രൈന്റെ പടിഞ്ഞാറൻ ഭാഗമായ ലീവ് മേഖലയിൽ വരെ റഷ്യൻ ഡ്രോണുകൾ എത്തി. ആക്രമണങ്ങളിൽ ആളപായമില്ലെങ്കിലും 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യൻ നിയന്ത്രണത്തിലുള്ള സപ്പോരിഷിയ ആണവ നിലയത്തിന്റെ പ്രവർത്തനത്തെയും ആക്രമണം ബാധിച്ചു. ആണവ നിലയത്തിലേക്കുള്ള പുറത്തുനിന്നുള്ള വൈദ്യുത വിതരണം ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് തടസ്സപ്പെട്ടു. യുക്രൈൻ പൗരന്മാർക്ക് ചൂട്, വെളിച്ചം, വെള്ളം എന്നിവ ലഭിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഊർജ്ജ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണം റഷ്യ നടത്തുന്നത് എന്നാണ് യുക്രൈൻ ആരോപിക്കുന്നത്. ഇതേസമയം യുക്രൈൻ അയച്ച 116 ഡ്രോണുകളെ വെടിവെച്ചിട്ടതായി റഷ്യ അറിയിച്ചു. റിയാസൻ ഓയിൽ റിഫൈനറിയിൽ യുക്രൈൻ ആക്രമണം നടത്തിയതായി റഷ്യൻ ടെലിഗ്രാം വാർത്താ ചാനലായ ആസ്ട്ര റിപ്പോർട്ട് ചെയ്തു. എങ്കിലും ഈ വീഡിയോയുടെ ആധികാരികത സ്ഥിരീകരിച്ചിട്ടില്ല. റഷ്യയുടെ എണ്ണ കയറ്റുമതിയിൽ പ്രതിസന്ധിയുണ്ടാക്കുക എന്നതാണ് ആക്രമണങ്ങളിലൂടെ യുക്രൈൻ ഉദ്ദേശിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരേഡ് കുഷ്നർ ഉൾപ്പെടെയുള്ളവർ ഫ്ലോറിഡയിൽ വെച്ച് യുക്രൈൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചട്ടക്കൂടുകൾ തയ്യാറാക്കുന്നതിൽ പുരോഗതിയുണ്ടെങ്കിലും ദീർഘകാല സമാധാനത്തോടുള്ള റഷ്യയുടെ പ്രതിബദ്ധതയെ ആശ്രയിച്ചിരിക്കും സമാധാന കരാറിന്റെ നിലനിൽപ്പെന്നും US വ്യക്തമാക്കി. അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇടപെടൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ഇന്ത്യ സന്ദർശിച്ചേക്കും. ജനുവരിയിൽ സന്ദർശനം ഉണ്ടാകാനാണ് സാധ്യത. ഇന്ത്യ യുക്രൈൻ നയതന്ത്ര ഉദ്യോഗസ്ഥതല ചർച്ചകൾ ആരംഭിച്ചതായാണ് വിവരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശനത്തിന് പിന്നാലെയാണ് നീക്കം. യുക്രൈനിൽ സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തിരുന്നു. യുക്രൈനിലെ നിലവിലെ സംഘർഷം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സൈനിക മുന്നേറ്റങ്ങൾ ചർച്ചാമേശയിലെ നിലപാടുകളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് ഇരുപക്ഷത്തു നിന്നും ഉയരുന്നത്. റഷ്യൻ സൈന്യം യുദ്ധക്കളത്തിൽ ആധിപത്യം ഉറപ്പിക്കുകയും ഡോൺബാസിലും മറ്റു പ്രധാന മേഖലകളിലും കാര്യമായ പുരോഗതി നേടുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ യുക്രൈന്റെ സൈനിക കമാൻഡർ ഉയർന്ന മുൻവ്യവസ്ഥകൾ വെച്ചുകൊണ്ട് സമാധാന ചർച്ചകൾക്ക് വാതിൽ തുറക്കുന്നത് തകർന്ന സൈന്യത്തിന് സമയം കണ്ടെത്താനുള്ള തന്ത്രമാണോ എന്ന ചോദ്യം ഉയരുന്നു. യുക്രൈനിന്റെ വിചിത്രമായ ന്യായമായ സമാധാന നിർവചനം ഇങ്ങനെയാണ്. യുക്രൈന്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ അലക്സാണ്ടർ സിർസ്കി സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങൾ ശ്രദ്ധേയമാണ്. റഷ്യയുമായുള്ള പോരാട്ടം നിർത്തിവെച്ച് ചർച്ചകളിലേക്ക് നീങ്ങാൻ ഇരുപക്ഷവും സമ്മതിച്ചാൽ മാത്രമേ ന്യായമായ സമാധാനം സാധ്യമാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ സമാധാനത്തിനായുള്ള അദ്ദേഹത്തിന്റെ നിർവചനം നിലവിലെ സൈനിക യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നതാണ്. പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാതെയുള്ള സമാധാനമാണ് നീതിപൂർവകമായ സമാധാനം. നിലവിലുള്ള സമ്പർക്ക രേഖയിൽ നിർത്തുക എന്നതാണ് അതിനർത്ഥം, സിർസ്കി വാദിക്കുന്നു. തുടർന്ന് മുൻ വ്യവസ്ഥകളൊന്നുമില്ലാതെ പ്രദേശം വിട്ടുകൊടുക്കാതെ വെടിനിർത്തലിലേക്കും അതിനുശേഷം ചർച്ചകളിലേക്കും നീങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റഷ്യയുടെ നിയമപരമായ ആവശ്യകതകൾ ഇവയാണ്. റഷ്യയുടെ ദൃഢമായ നിലപാട് സിർസ്കിയുടെ ഈ വ്യവസ്ഥകളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ്. റഷ്യയുടെ കാഴ്ചപ്പാടിൽ യുക്രൈൻ സമാധാനത്തിന് തയ്യാറാകണമെങ്കിൽ ഡൊണറ്റ്സ്ക്, ലുഗാൻസ്ക്, കെർസ്റ്റൻ, സപ്പോറേഷ്യ എന്നീ മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും രാജ്യത്തിന്റെ നിഷ്പക്ഷത, സൈനികവൽക്കരണം, ഡെനാസിഫിക്കേഷൻ എന്നീ തത്വങ്ങൾ പാലിക്കുകയും വേണം. റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമായി മാറിയ പ്രദേശങ്ങളെ വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടാത്ത ഒരു സമാധാന ചർച്ചയും റഷ്യയ്ക്ക് സ്വീകാര്യമല്ല. വെടിനിർത്തൽ എന്ന ആശയം റഷ്യ തത്വത്തിൽ തള്ളിക്കളയുന്നില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഒരു താൽക്കാലിക വിരാമം യുക്രൈന് മാത്രമേ ഗുണം ചെയ്യൂ എന്ന് ക്രെംലിൻ ചൂണ്ടിക്കാണിക്കുന്നു.
യുദ്ധക്കളത്തിൽ റഷ്യൻ സൈന്യം നേട്ടം കൈവരിക്കുന്നതിനിടെ ഒരു വെടിനിർത്തൽ യുക്രൈന് കൂടുതൽ പാശ്ചാത്യ ആയുധങ്ങൾ സ്വീകരിക്കാനും തകർന്ന സൈനിക യൂണിറ്റുകളെ പുനഃസംഘടിപ്പിക്കാനും ഉള്ള അവസരമാണ് നൽകുക എന്നും റഷ്യ വാദിക്കുന്നു. യുദ്ധക്കളത്തിലെ യാഥാർത്ഥ്യങ്ങൾ ഇവയാണ്. റഷ്യൻ സൈന്യം അടുത്തിടെയായി യുദ്ധക്കളത്തിൽ വ്യക്തമായ ആധിപത്യം തന്നെയാണ് സ്ഥാപിക്കുന്നത്. ഡോൺബാസിൽ നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കാൻ റഷ്യയ്ക്ക് സാധിച്ചു. പ്രധാനമായ ലോജിസ്റ്റിക് കേന്ദ്രമായ ക്രാസ്നോർമേസ്ക് യുക്രൈനിൽ പ്രൊക്കോവ്സ്ക് പിടിച്ചെടുക്കുകയും ഈ പ്രദേശത്ത് ഒരു വലിയ യുക്രൈൻ സൈന്യത്തെ വളയുകയും ചെയ്തത് യുക്രൈൻ പ്രതിരോധത്തിന് വലിയ തിരിച്ചടിയാണ്. സപ്പോറേഷ്യ, ഡെനെപ്രോപെട്രോവ്സ്ക് മേഖലകളിലും റഷ്യൻ സൈന്യം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. സൈനികമായ ഈ മുന്നേറ്റമാണ് പ്രദേശം വിട്ടുകൊടുക്കില്ല എന്ന കീവിന്റെ കടുംപിടുത്തത്തിന് പിന്നിലെ സൈനിക ദൗർബല്യം മറച്ചുവെക്കാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നത്. ഇതിനൊപ്പം തന്നെ പ്രതീക്ഷ നൽകുന്ന ചർച്ചകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സൈനിക കമാൻഡറുടെ ഈ പ്രസ്താവനകൾക്ക് പിന്നാലെ അമേരിക്ക തയ്യാറാക്കിയ സമാധാന പദ്ധതിയെക്കുറിച്ച് റഷ്യയും അമേരിക്കയും ക്രെംലിനിൽ 5 മണിക്കൂർ ചർച്ചകൾ നടത്തി എന്നത് ശ്രദ്ധേയമാണ്. മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയ 28 പോയിന്റ് പദ്ധതിയുടെ പ്രാരംഭ പതിപ്പിൽ യുക്രൈൻ ഡോൺബാസിലെ ഇപ്പോഴും കൈവശം വച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഉപേക്ഷിക്കാനും നാറ്റോയിൽ ചേരില്ലെന്ന് പ്രതിജ്ഞയെടുക്കാനും സൈന്യത്തിന്റെ വലിപ്പം പരിമിതപ്പെടുത്താനും ആവശ്യപ്പെട്ടിരുന്നു. ചർച്ചകളെ ക്രിയാത്മകമെന്ന് വിശേഷിപ്പിച്ച റഷ്യ അമേരിക്കൻ പദ്ധതിയുടെ ചില പോയിന്റുകൾ സ്വീകാര്യമാണെന്നും മറ്റു ചിലത് അംഗീകരിക്കാനാവില്ലെന്നും വ്യക്തമാക്കി. ഒരു വിട്ടുവീഴ്ചയിൽ ഇതുവരെ എത്തിയിട്ടില്ലെങ്കിലും ഇരുകക്ഷികളും തങ്ങളുടെ പ്രവർത്തനം തുടരുമെന്ന് ക്രെംലിൻ കൂട്ടിച്ചേർത്തു. യുദ്ധക്കളത്തിലെ യാഥാർത്ഥ്യങ്ങളും ചർച്ചാമേശയിലെ കടുംപിടുത്തങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്വന്തം സൈന്യം പരാജയപ്പെടുമ്പോൾ മുൻവ്യവസ്ഥകളില്ലാത്ത വെടിനിർത്തലിന് ആവശ്യപ്പെടുന്നത് യുക്രൈൻ സൈന്യത്തിന്റെ തകർച്ച മറച്ചുവെച്ച് പുനഃസംഘടനയ്ക്ക് സമയം വാങ്ങാനുള്ള ഒരു തന്ത്രമായി മാത്രമേ റഷ്യയ്ക്ക് കാണാൻ സാധിക്കൂ. നിലവിലെ റഷ്യൻ നേട്ടങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഡൊണറ്റ്സ്ക്, ലുഗാൻസ്ക് തുടങ്ങിയ റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമായ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുന്ന ഏത് സമാധാനവും റഷ്യയ്ക്ക് അന്യായമായിരിക്കും. അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ചിലത് സ്വീകാര്യമാണെന്ന റഷ്യയുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത് റഷ്യ തത്വത്തിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ അത് യുദ്ധക്കുളത്തിലെ തങ്ങളുടെ വിജയം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യബോധമുള്ള പരിഹാരത്തിന് വേണ്ടിയായിരിക്കും എന്നുമാണ്. സമാധാനത്തിലേക്ക് എത്താൻ റഷ്യയ്ക്ക് മേൽ ഇനിയും ശക്തമായ സമ്മർദ്ദം വേണമെന്നാണ് മക്രോൺ എക്സിലെ കുറിപ്പിൽ വിശദമാക്കിയത്. ഏതാനും ആഴ്ചകളായി യുക്രൈന്റെ ഊർജ്ജോൽപാദന മേഖലയ്ക്കെതിരെ മോസ്കോ ആക്രമണം ശക്തമാക്കിയിരുന്നു. 8 മേഖലകളിൽ റഷ്യൻ ആക്രമണത്തെ തുടർന്ന് വൈദ്യുതി ബന്ധം നഷ്ടമായ അവസ്ഥയുണ്ടായതെന്നാണ് യുക്രൈൻ അധികൃതർ വിശദമാക്കുന്നത്. ഫാസ്റ്റീവിലെ റെയിൽവേ ഹബ്ബ് ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ പ്രധാന സ്റ്റേഷൻ കെട്ടിടം തകർന്നിട്ടുണ്ട്. യുക്രൈന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്നാണ് റഷ്യ വിശദമാക്കിയത്. മലയാളി വാർത്ത പ്ലസ്.